ഹലോ 500 ചില്ലറ ഇല്ല ചേട്ടാ. അറുന്നൂറായാലോ? ഒരു പെണ്ണൊറ്റയ്ക്ക് പാർക്കിൽ വന്നിരിക്കുന്നുണ്ടെങ്കിൽ അവളുടെ ജോലി പോയിട്ടാണോ, പൈസ ഇല്ലാഞ്ഞിട്ടാണോ, ഫ്രണ്ട്സുമായിട്ട് പണിങ്ങിട്ടാണോ എന്നൊക്കെ ഇല്ലോട് ആലോചിക്കണ്ടേ? അതേ പെണ്ണിനോട് ചെന്ന് കൂടെ വരുന്നുണ്ടോ, റേറ്റ് എത്രയാ, കിടക്കാൻ വരുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നതാണല്ലോ നിനക്ക്. അതെ, എന്നാലും നല്ല പീസല്ലേ അളിയാ. മനസ്സിലാവില്ല. ഹലോ, അതാരാ നിങ്ങക്ക് അറിയാവുന്നത്? ഏതോ ഒരു അലവലാതിയാ, ടൈം വേസ്റ്റ്. ജോലി വേണമല്ലേ? നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന കണ്ടപ്പോൾ കാര്യം മനസ്സിലായി. എന്തിനാ ടെൻഷനാവുന്നത്? എല്ലാം ശരിയാവുന്നത്. ഒരു കാര്യം പറയട്ടെ, സുംബയിൽ ചേരാം. 1 മന്തിനുള്ളിൽ ജോലി കിട്ടുമെന്ന് ഞാൻ പറയും. ടൈം ഈസ് ഫുൾ ഫ്ലെക്സിബിൾ. ശരി, നിങ്ങൾക്ക് ഞാൻ ആ 1+1 ഓഫർ തന്നെ തരാം. നല്ല ഓഫറാ അത്. എന്താ പ്രോബ്ലം? പൈസ പ്രോബ്ലം. റീചാർജ് ചെയ്യാൻ പോലും പൈസ ഇല്ല. പൈസയുടെ പ്രോബ്ലം. മാഡം രേവന്ത് ഫിറ്റ്നസ് സെന്ററിൽ ചേരും മാഡം. ഫാറ്റ്, വെയിറ്റ്, പൊണ്ണത്തടി എല്ലാം മാറും മാഡം. മാഡം പ്ലീസ് മാഡം. ശരി, ഒരു കാര്യം ചെയ്യും, ഈ ബ്രോഷേഴ്സ് അങ്ങോട്ട് പിടിക്കുക. ഞങ്ങൾ കൊടുത്തിട്ട് ഇവിടെ ആരും വാങ്ങുന്നില്ല. ഒരെണ്ണം കൊടുത്ത് 5 രൂപ തരാം. അല്ല, പെൺകുട്ടിയല്ലേ, നിങ്ങൾ കൊടുത്താലേ അവർ വാങ്ങിക്കും. താനെന്താ ആളെ കളിയാക്കാണോ? ഞാൻ ഏതുവരെ പഠിച്ചിട്ടുണ്ടെന്നറിയോ? ബിടെക്. കൂടാതെ നാട്ടിൽ എനിക്ക് 20 ഏക്കർ സ്ഥലമുണ്ട്. തന്റെ ബ്രോഷർ കൊടുക്കണോട്ടോ ഞാൻ. എന്താ താൻ വിചാരിച്ചേ? എന്റെ അമ്മോ, നാക്കിന് നല്ല നീളമാണല്ലോ. രാവിലെ 5 രൂപയ്ക്ക് വേണ്ടി ഓട്ടോക്കാരനോട് അലറി. ഇപ്പോഴല്ലേ കയ്യിൽ പൈസ ഇല്ലെന്ന് പറഞ്ഞ. എന്നിട്ടാണ് ബിടെക്കുകാരി 20 ഏക്കർ. ഇതേ നോക്കിയേ, എനിക്കിതിന്റെ ആവശ്യമൊന്നുമില്ല. അവൻ ആരാന്നറിയോ? പെണ്ണ് ബ്രോക്കറാ. അവൻ്റെ തന്നെ രക്ഷിക്കാനാണ് ഞാൻ വന്നേ, അല്ലാതെ എനിക്കിതിന്റെ ആവശ്യമൊന്നുമില്ല. മനസ്സിലായോ? മാം, രേവൻ സുബാ സെന്റർ, ഫാറ്റ്, വെയിറ്റ്, സ്ട്രെസ് ട്രെയിനർ. എനി പ്രോബ്ലം, 1 സൊല്യൂഷൻ. ഒന്നും വേണ്ട. വേണ്ട. മാഡം പ്ലീസ്, 1+1 ഓഫർ ഉണ്ട്. പ്ലീസ് മാം, 800 വേറെ ഓഫറും കൂടെ ഉണ്ട്.